നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ അയച്ചിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോക പ്രശസ്തനെന്ന് തന്നെ വിളിക്കാവുന്ന കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെ, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഉയർന്ന പ്രൊഫസർമാരുൾപ്പെടെ, കാർഡിയോളജി അതുപോലെ തന്നെ ന്യൂറോ, ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സർക്കാർ ഡോക്ടർമാരുടെ ഒരു സംഘം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഗവൺമെൻറ് ആലോചിച്ചനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നിലവിലുള്ള ഇവിടുത്തെ മെഡിക്കൽ ടീമുമായി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ വിശദമായിട്ടുള്ളൊരു ആശയവിനിമയം നടത്തി. പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം നോക്കിക്കണ്ടു. ഉമാ തോമസ് MLAക്ക് ഇപ്പോൾ ഇതിൽ വെച്ച് തന്നെ ഉയർന്ന 15 മീറ്ററിനേക്കാൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് വീണതാണെന്നുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ പോയിൻറ്റിലും ഇപ്പോൾ വേദന അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒടിവുകളോ ചതവുകളോ ചെറിയ കേന്ദ്രങ്ങളിലെ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി സ്കാനിങ്ങും എക്സ്റേ സംവിധാനങ്ങളും നിലവിലുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ അവർ പരിശോധിച്ചു. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ എക്സാമിനേഷൻ ഒന്നുകൂടി നടന്നു വരികയാണ്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. വെൻറ്റിലേറ്ററിൽ തന്നെ തുടരേണ്ടി വരും. എങ്കിലും അതുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗൗരവം കുറേയേറെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷകരവും ആശ്വാസകരവുമായിട്ടുള്ള സംഗതി. ഡോക്ടർമാരുടെ നല്ല നിരീക്ഷണവും ഇടപെടലും ഉണ്ടാകും. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഉമാ ചേച്ചിയുടെ ഒരു ഡോക്ടർ, നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറും ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെയുള്ള അതിൻ്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങൾക്കുമുള്ള ഫയലുകളെല്ലാം കയ്യിൽ സജ്ജമാണ്. ഒന്നുകൂടി സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ ഒരു പ്രത്യേകമായ മെഡിക്കൽ ടീം കൂടി വേണം എന്ന് ഗവൺമെൻറ്റിന് തോന്നിയതുകൊണ്ട് ആ വിധത്തിലും നോക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള രീതിയൊന്നുമില്ല. എങ്കിലും ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് 24 മണിക്കൂർ സാധാരണ നിലയിൽ പറയുന്നത് പോലെയുള്ള സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ഈ കാര്യത്തിൽ പുറത്തിറക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ അവിടെ ഉണ്ടാകും എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആശ്വാസകരമായി മുന്നോട്ട് പോവുകയാണ്.